നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ ക്ഷേമൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അവർക്കിപ്പോൾ 5 മാസത്തെ ഗഡുക്കളാണ് ഇപ്പോൾ നൽകാനുള്ളത്. 2024 4 മാസത്തെ ഗഡുവും 2024 ജനുവരിയിലെ 1 മാസത്തെ ഗഡുവും കൂടി 5 മാസത്തെ ഗഡുക്കളാണ് ഇപ്പോൾ നൽകാനുള്ളത്. അത് 2 മാസത്തെ ഗഡു ജനുവരി പകുതിയോടുകൂടി തന്നെ ലഭിക്കും. അതിനെക്കുറിച്ചെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ആരും പറഞ്ഞില്ല എന്നെല്ലാം. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഈ ജനുവരി പകുതിയോട് കൂടി തന്നെ ഏകദേശം 14-15 തീയതിയിൽ തന്നെ 2 മാസത്തെ ഗഡുവായ 3200 രൂപ ലഭിക്കും. 2025 ഫെബ്രുവരി പകുതിയിലായിരിക്കാം ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിന് മുമ്പായി തന്നെ 2 മാസത്തെ ഗഡുക്കൾ കൊടുത്തു തീർത്ത് പിന്നീട് 3 മാസത്തെ ഗഡുക്കൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ആ രൂപത്തിലാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുക്കുന്നത്. പെൻഷൻ വൈകുന്നത് പല കോണുകളിൽ നിന്നും പല വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ ഒരു വർഷത്തിൽ അവസാനം തന്നെ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനു മുമ്പായി തന്നെ മുഴുവൻ ഗഡുക്കളും കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചന. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകളെ മാക്സിമം ഒഴിവാക്കി പെൻഷൻ തുക കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ മറ്റൊരു തലത്തിൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നാളുകളിലും പുതിയ നിബന്ധനയാണ് പെൻഷന് വരുന്നത്. ഓരോ പെൻഷൻ നിബന്ധനയും നമ്മൾ ശ്രദ്ധാപൂർവ്വം കേട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പെൻഷൻ മസ്റ്ററിങ്, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവാതിലുള്ള സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് വീടിൻ്റെ വലിപ്പം, വീട്ടിലെ വാഹനങ്ങളുടെ എണ്ണം, AC മുതലായ ഓരോ കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ ഓരോ സമയത്ത് പുതിയ നിയമങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. ഇതിൽ നിന്നും സർക്കാർ ഉദ്ദേശിക്കുന്നത് മാക്സിമം പെൻഷൻ ഉപഭോക്താക്കളെ കുറച്ച് പെൻഷൻ തുക കൂട്ടാനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോസ് വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇനി വളരെ വിശദമായി പറയുന്നില്ല. ഏതായാലും 2025 ജനുവരി പകുതിയോട് കൂടി തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.